BN Askar ഇവിടെ 232 രൂപയാണ് ഇവർക്ക് കൂലിയെന്നും വിലക്കയറ്റം കൊടികുത്തി വാഴുന്ന കേരളമെന്ന സംസ്ഥാനത്ത് 232 രൂപയ്ക്ക് ഒരു ചുക്കും നടക്കില്ലെന്നും കേവലം 300 രൂപയാണ് ഏറ്റവും ഒടുവിൽ അവരുടെ ആവശ്യമെന്നും ആ 300 ഒരു ദിവസം 300 രൂപ എന്നത് സാധ്യമാക്കി കൊടുക്കാനുള്ള പാങ്ങ് അല്ലെങ്കിൽ അതിനുള്ള ആവത് ഈ സർക്കാരിനുണ്ട് എന്നും അത് സർക്കാരിന്റെ പൊതുഖജനാവിൽ അത്ര വലിയ ബാധ ഉണ്ടാക്കില്ല എന്നും പകൽ പോലെ ഈ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. ഈ പറയുന്ന ആശമാരെ പള്ളു വിളിക്കുന്ന ഈ പറയുന്ന സൈബറുകാർക്കല്ലാതെ താങ്കൾക്ക് അക്കാര്യം അറിയാം. അത് ചെയ്യാത്തത് എന്താണ് എന്ന കേരളത്തിന് ഒന്നാകെയുള്ള ചോദ്യം സച്ചിദാനന്ദൻ കുറച്ച് വൈകി ചോദിച്ചു വന്നതേ ഉള്ളൂ. അല്പസമയം മുൻപും വി ശിവൻകുട്ടി പറയുന്ന ഈ പറഞ്ഞ 1% തിയറി ഉണ്ടല്ലോ, അത് ഹിന്ദുത്വവാദികളുടെ തിയറിയാണെന്ന് കൂടി സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ചാപ്പകളുടെ വരവായിരിക്കും അല്ലേ ശ്രീ BN Askar? സച്ചിദാനന്ദന് ഇടതുപക്ഷത്തെ എല്ലാ കാലവും കൂടെ നിന്ന CPM-ന് വേണ്ടി പലപ്പോഴും വോക്കലായി നിന്ന സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തൊക്കെ ഇരുന്ന സച്ചിദാനന്ദൻ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ചാപ്പ ഇനി എന്താകും അസ്കർ? അത് SDPക്കാരൻ്റെ ചാപ്പയായിരിക്കോ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ചാപ്പയായിരിക്കോ, RSSകാരൻ്റെ ചാപ്പയായിരിക്കോ, അതോ ഈ മഴവിൽ മുന്നണിയുടെ ചാപ്പയായിരിക്കോ, മാവോയിസ്റ്റ് ചാപ്പയായിരിക്കോ? സച്ച് ഭാഷ നിങ്ങൾ വെച്ചിരിക്കുന്ന ചാപ്പ എന്താണ് ശ്രീ അസ്കർ? ഹാഷ്മി, ഇതിൽ ശ്രീ സച്ചിദാനന്ദനായാലും മറ്റ് സാംസ്കാരിക നായകന്മാരായാലും അവർ കാണാത്തതോ അവർ അറിയാത്തതോ പഠിക്കാത്തതോ ആയിട്ടുള്ളൊരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നു എന്ന ഖേദകരമായിട്ടൊരു സാഹചര്യമാണ്. സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ ഒരു സമര മുന്നണിയായി നിന്ന് 63 ദിവസമായി സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഞാനടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഇത്തരം വേദനകൾ തോന്നാറുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സമരത്തിലേക്ക് ഈ നയിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ തന്നെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ സമരങ്ങൾ ചർച്ചകൾക്ക് വിധേയമാകുമ്പോൾ ഭരണകൂടം ആ സമരത്തോടൊപ്പം തന്നെ ആ സമര മുന്നണികളുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ 3 ഘട്ടങ്ങളായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. NHM ഡയറക്ടർ ചർച്ച നടത്തി, മന്ത്രിതലത്തിൽ ചർച്ച നടത്തി, തൊഴിൽ മന്ത്രി തലത്തിൽ ചർച്ച നടത്തി. ഈ ചർച്ചകൾ വെറും പ്രഹസനം മാത്രമാണെന്നും ആ ചർച്ചകൾ ഈ സമരം പരിഹരിക്കാനുള്ള ചർച്ചകളല്ലെന്നും ഈ സമരത്തിന് അനുകൂലമായി കേരളത്തിന്റെ മനസാക്ഷി ഉണരുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാൻ കാണിക്കുന്ന ഉഡായിപ്പാണെന്നും എല്ലാവർക്കും അറിയാവുന്നതല്ലേ ശ്രീ അസ്കർ? അല്ലെങ്കിൽ 232 രൂപ ദിവസം എന്നുള്ളത് 300 രൂപയ്ക്ക് തരണം, അല്ലെങ്കിൽ ഒരു 3000 രൂപയെങ്കിലും കൂട്ടിത്താ സർക്കാരെ എന്ന് പറയുന്ന ആവശ്യം അംഗീകരിച്ചിട്ട് ബാക്കി കാര്യങ്ങളാവാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? അപ്പോൾ സർക്കാർ ഏതോ കമ്മിറ്റി വെച്ച് പഠിക്കാന്നാ പറയുന്നത്. പുതുച്ചേരിയിൽ 10,000 18,000 ആക്കി, ഒരു കമ്മിറ്റി പഠിച്ചിട്ടല്ല. കേരളത്തിൽ 1000 7,000 ആക്കി, ഒരു കമ്മിറ്റി പഠിച്ചിട്ടല്ല. ഉഡായിപ്പ് ചർച്ചകളെ വിട് അസ്കർ. അതൊക്കെ ഒന്നാം തരം പറ്റിക്കലാണ്, കളിപ്പിക്കലാണ്, കണ്ണിൽ പൊടിയിടലാണ്. അല്ല ഹാഷ്മി, ഏതൊരു ചർച്ചയിലേക്ക് പോകുമ്പോഴും ഒരു സംവാദത്തിന് ഇടമുണ്ടാകുമ്പോഴും ആ സംവാദങ്ങളെല്ലാം ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാടെടുത്തുകൊണ്ട് ഗവൺമെൻറ് സമീപിക്കുന്നു എന്ന സമീപനത്തിൽ തന്നെ ആ ചർച്ചയെ സമീപിച്ചാൽ നിശ്ചയമായും ഇത്തരം ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞ അഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയും. കാര്യം ആ ചർച്ചകളൊക്കെ ഉഡായിപ്പായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ ഉഡായിപ്പ് കാണിച്ചിട്ടുള്ളത് ഈ സമരസമിതിയാണെന്നുള്ളതാണ് വസ്തുത. അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ടെന്നേ. നിങ്ങൾ ആ അജണ്ട തുറന്നു കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റുന്നു എന്ന് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. കേരളത്തിലെ ആശമാരുടെ സമരം ആശമാരെന്ന് പറയുന്ന 26,125 അംഗങ്ങളുള്ളതിൽ കേവലം 400-ൽ താഴെ ആശമാരാണ് ഇപ്പോൾ തൊഴിലിടങ്ങളിൽ എത്താതിരിക്കുന്നത്. ബാക്കി മുഴുവൻ ആളുകളും അവരുടെ സേവന പ്രവർത്തനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സമരസമിതിയുടെ നേതാക്കൾ SUCയുടെ നേതാക്കന്മാരാണ്. ഇപ്പോൾ മിനിയാണെങ്കിലും ബിന്ദു ആണെങ്കിലും ഒക്കെ SUCയുടെ നേതാക്കന്മാരാണ്. ഇതിനു മുമ്പ് പല സമരങ്ങളിലും ഇവരെയൊക്കെ നമ്മൾ പൊതു ഇടത്തിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് SUCക്ക് ഒരു തൊഴിൽ സംഘടനയുണ്ട്, ഒരു ട്രേഡ് യൂണിയൻ സംഘടന UTUC ലെനിൻ സരണി, എന്തുകൊണ്ട് UTUC ലെനിൻ സരണിയുടെ മുഖത്തിൽ ഈ സമരം നടത്തുന്നതിനുള്ള ആർജവം എന്തുകൊണ്ട് ഇവർ കാണിക്കുന്നില്ല? അത് തന്നെയാണല്ലേ ഒന്നാമത്തെ ഉഡായിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ആ ചോദ്യം അവരോട് ചോദിക്കുന്നില്ല? നിങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ, ആ ട്രേഡ് യൂണിയന്റെ പേരിൽ നിങ്ങൾ എന്തുകൊണ്ട് വിലക്കയറ്റം കൊടുകുത്തി വാഴുന്ന സകല വിധത്തിൽ നികുതി ഊറ്റിയെടുക്കുന്ന ഒരു സംസ്ഥാനത്ത്, ജനങ്ങളുടെ മണ്ടയടിച്ച് കീറുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അരപ്പട്ടണിക്കാരന്റെ വയൽ കുത്തിരി പിടിച്ച് നികുതി പിരിച്ചെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്ന് വെറുതെ വ്യാജം പറയുന്ന ഒരു സർക്കാരിന്റെ ഒരു സംസ്ഥാനത്ത് ഞങ്ങൾക്കൊരു ദിവസം ജീവിക്കാൻ 232 രൂപ മതിയാവില്ല സാറേ, ഞങ്ങൾക്കൊരു ജീവിക്കാൻ 300 രൂപ വേണം. ഞങ്ങൾ അതിജീവനത്തിന്റെ സമരമാണ്. ശരി, അതവർക്ക് ജീവിക്കാനുള്ള അജണ്ടയാണ്. ജീവിക്കാനുള്ള അജണ്ട വെച്ച് സമരം നടത്താൻ ഈ കേരളത്തിൽ പറ്റില്ലേ? ഉടനെ നിങ്ങൾ ചാപ്പയടിച്ച് കൊന്നുകളയോ? ഹാഷ്മി, 232 രൂപ എന്നത് കേവലം തുച്ഛമായ തുകയാണെന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. ആർക്കാ അതിൻ്റെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്? എന്തുകൊണ്ട് ഇത് വർദ്ധിപ്പിക്കണം
ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം, ഇവരെ സ്ഥിരപ്പെടുത്തണം, ഇവരുടെ തൊഴിലാനുകൂല്യങ്ങൾ നൽകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരം നടക്കുന്ന സമരസമിതി എന്തുകൊണ്ട് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നില്ല? എന്തുകൊണ്ട് അതിനുള്ള ആർജവം അവർ കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നുവരെ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അവർ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്നതിന്റെ സമരം സംസ്ഥാന ഗവൺമെന്റിനെതിരെ പുതുച്ചേരിയിൽ എണ്ണം കൂട്ടിക്കൊടുത്തു, സിക്കിമിൽ എണ്ണം ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്നൊക്കെ ഉള്ളത് വസ്തുത തന്നെയാണ്. എന്തുകൊണ്ടാണ് അവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്? കേവലം 300-400 ആശമാർ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് വെച്ചുകൊണ്ട് കേരളം പോലെ 26,125 പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരുള്ള ആശമാർക്ക് ഒരു ദിവസം അധിക ബാധ്യത എത്രയാ? ഈ സർക്കാരിന് അധിക ബാധ്യത എത്രയാണെന്ന് കണക്കുണ്ടോ? ഈ സർക്കാർ ഒരു ബാധ്യതയുമല്ല. അത് സർക്കാരിന്റെ പൊതു സാമ്പത്തികം നോക്കിയാൽ വളരെ തുച്ഛമായ തുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നേ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ പറ, ഇവർക്ക് ഒരു മാസം ചില്ലറ കോടികൾ പൊടിക്കാനും മാത്രം കഴിവില്ലാത്തവണ്ണം നമ്മുടെ സാമ്പത്തികാവസ്ഥ മുടിഞ്ഞു മുക്കറിയിട്ടിരിക്കുകയാണ്, ആ ഖജനാവ് അത്രയും ശൂന്യമായി പൂച്ചപറ്റി കിടക്കുകയാണ് എന്ന് തുറന്ന് സമ്മതിക്കണ്ടേ? ഇത് പറയുന്നത് അതല്ലല്ലോ. പറയുന്നത് നമ്മൾ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു, പക്ഷേ ആശമാർക്ക് ഒരു ദിവസം 300 രൂപ കൊടുക്കാൻ നമ്മുടെ പൈസ ഇല്ല. നല്ല ന്യായമാണ്, തുടക്കം മുതലേ കേൾക്കുന്ന ന്യായമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം.